വർഗീയവാദ പ്രസംഗത്തിന്റെ പേരിൽ പി.സി. ജോർജ് ഈരാറ്റുപേട്ട കോടതിയിൽ കീഴടങ്ങിയിരിക്കുന്നു. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുമെന്നുള്ള ചോദ്യം ഉയർന്നു നിൽക്കവെയാണ് ഇപ്പോൾ പി.സി. ജോർജ് ഈരാറ്റുപേട്ട കോടതിയിൽ കീഴടങ്ങിയിരിക്കുന്നത്. ഹൈക്കോടതി പി.സി. ജോർജിന് മുൻകൂർ ജാമ്യം അനുവദിക്കാത്ത പശ്ചാത്തലത്തിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് ശ്രമിക്കുകയും ഒടുക്കം ഈരാറ്റുപേട്ട കോടതിയിൽ ജോർജ് കീഴടങ്ങുകയും ചെയ്തു. ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിലും വീടും കേന്ദ്രീകരിച്ച് പ്ലാത്തോട്ടത്തെ അദ്ദേഹത്തിന്റെ വീടും കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ ശ്രമമായിരുന്നു. കാരണം വീട്ടിലെത്തും, അവിടെ നിന്ന് ഇങ്ങോട്ട് വരും എങ്കിൽ അപ്പോൾ അറസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ സ്റ്റേഷനിലെത്തിയാൽ അപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്താം എന്നായിരുന്നു തീരുമാനമെങ്കിൽ ആ തീരുമാനം പോലീസിനെ വെട്ടിച്ചാണ് ഇപ്പോൾ പി.സി. ജോർജ് കോടതിയിൽ കീഴടങ്ങിയിരിക്കുന്നത്. കോടതിയിൽ കീഴടങ്ങുക എന്ന ഒരു പ്രക്രിയയിലേക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നെങ്കിലും ആ പ്രതീക്ഷ പോലീസ് ഗൗരവത്തിൽ എടുത്തിരുന്നില്ല. പക്ഷേ പോലീസ് എടുത്ത ഒരു ശ്രമത്തിന്റെ ഭാഗമായി എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിച്ചുകൊണ്ടാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. പോലീസ് സ്റ്റേഷൻ വീട്ടിലോ എത്താതെ കോടതിയിൽ ഹാജരാകുകയാണ് ചെയ്തത്. കോടതിയിൽ കീഴടങ്ങി. ഇനി കോടതിയിൽ നിന്ന് അദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുകയോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് നമ്മൾ അറിയേണ്ടത്. കാരണം അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷം കോടതിയിൽ കൊണ്ടുവരുമോ, അവിടെ തന്നെ മറ്റു നടപടികളിലേക്ക് കടക്കുമോ എന്നതൊക്കെയാണ് ഇനി അറിയേണ്ടത്. ഏതായാലും കോടതിയിൽ ഹാജരായിക്കൊണ്ട് കീഴടങ്ങിക്കൊണ്ടുള്ള ഒരു നീക്കം പി.സി. ജോർജ് നടത്തിയത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിതമാണ് എന്ന് പറയേണ്ടി വരും. നിഷാദ്.